ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ BSNL സിം വിദേശത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് ഇൻകമിങ് കോൾസും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ വരാൻ വേണ്ടി വല്ല പ്ലാനും ഉണ്ടോ എന്നാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ സാധാരണ സിം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല. നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സിം മാറ്റിയിട്ട് ഇൻ്റർനാഷണൽ റോമിംഗ് സപ്പോർട്ടിന് സിമ്മിലേക്ക് മാറണം. അപ്പോൾ വെറും ഒരു റീചാർജ് കൊണ്ട് മാത്രം സംഭവിക്കില്ല. നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിംഗ് സപ്പോർട്ടിന് സിം തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. കാരണം ആ നമ്പറിൽ തന്നെ കിട്ടും. BSNL ഓഫീസിൽ പോവുക, സിം മാറ്റിയെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 167 രൂപയുടെ റീചാർജ് 167 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 90 ദിവസത്തേക്ക് ഇതേപോലെ റോമിംഗ് ഇൻ്റർനാഷണൽ റോമിംഗ് കിട്ടുന്നതാണ്. പക്ഷേ മെയിൻ ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന SMS-നും കോളിനും ഒരുപക്ഷെ പൈസ ഈടാക്കിയേക്കാം. പഴയതുപോലെ തന്നെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് ഈടാക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക. ഞാൻ ജസ്റ്റ് ഒരു ഓഫീസിൽ പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചോദിച്ചു, അപ്പം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഈ 167 രൂപ റീചാർജ് ചെയ്യുമ്പോൾ 90 ദിവസത്തേക്കാണ് നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടുക. നമ്മൾക്ക് അടുപ്പിച്ചിട്ട് 3 പ്രാവശ്യം, അതായത് ഒരേ സമയത്ത് 3 തവണ റീചാർജ് ചെയ്യാം. അപ്പം 90 × 3 നമ്മൾക്ക് 360 ദിവസം വാലിഡിറ്റി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെയ്തു വെക്കാം. പക്ഷേങ്കിൽ നമ്മൾക്ക് വരുന്ന ഓരോ മെസ്സേജിനും അല്ലെങ്കിൽ ഇൻകമിങ് കോൾസിനും ഒരു ചെറിയ പൈസ ഈടാക്കുമെന്ന് പറയുമ്പോൾ ഒരു ബെനിഫിറ്റുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ പഴയ നമ്പറാണ്, നമ്പർ കളയാൻ പറ്റില്ല, വിദേശത്ത് പോവുകയാണ്, നിങ്ങൾക്ക് എന്തായാലും SMS ഒക്കെ ആവശ്യമുണ്ടെന്നൊക്കെ ആണെങ്കിൽ, OTP ഒക്കെ വരണമെന്നാണെങ്കിൽ, അതിനിപ്പോൾ അധിക പേരും ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ അവിടുന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ബാങ്ക് ബാലൻസിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അവിടുന്ന് ഒരു ഫോൺ മിസ്സായി അടുത്ത ഫോണിലേക്ക് മാറുമ്പോഴായാലും ഇതുപോലെ തന്നെ OTP മെസ്സേജിനൊക്കെ ആവശ്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് OTP മെസ്സേജിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ എന്താ പറയുക, നിങ്ങൾ സിം കൊണ്ടുപോകണമെങ്കിൽ നടക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ സിമ്മിൽ 167 റീചാർജ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, ഇൻ്റർനാഷണൽ റോമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക സിം ഉണ്ടോ, അത് തന്നെ വേണമെന്നാണ്. അപ്പം അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു പക്ഷേ പുതുതായിട്ട് എടുക്കുന്ന 5G സിമ്മുകളൊക്കെ ഡിഫാൾട്ടായിട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഇൻ്റർനാഷണൽ റോമിംഗ് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ സിമ്മുകൾ മാറ്റിയിട്ട് ഇൻ്റർനാഷണൽ റോമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന പുതിയ സിം എടുക്കണം. 167 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തേക്ക് വാലിഡിറ്റി ഉണ്ടാവും. അത് അടുപ്പിച്ച് 3, നമ്മളിപ്പം ഗൾഫിലേക്ക് പോകുകയാണെങ്കിൽ അടുപ്പിച്ച് 3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 90 × 3 ദിവസത്തുള്ള വാലിഡിറ്റി കിട്ടും. ഒന്നിച്ച് റീചാർജ് ചെയ്ത് വെക്കാം. പിന്നെ ഓരോ 3 മാസം കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. 9 മാസത്തേക്കുള്ള റീചാർജ് 3 റീചാർജുകൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഈ 167 3 വട്ടം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, BSNLൻ്റെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ താഴെ കൊടുക്കുക, അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂവർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചോദിച്ചതാണ്. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, സാധാ സിമ്മിൽ ലഭിക്കില്ല, പ്രത്യേക സിം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ പറയാറില്ല, എന്നിരുന്നാലും ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.